as possible, all right? We'll literally just search your pockets, search you. Look at that knife, bro. Man's got a shank on him, bro. Big thing. Look at that shank. You've been smoking cannabis today? ഹലോ ഫ്രണ്ട്സ്, യു കെയിൽ താമസിക്കുന്ന നമ്മളെപ്പോലുള്ള ഓരോരുത്തരും വളരെയധികം സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോഴും യു കെ കടന്നു പോകുന്നത്. യു കെയിൽ നിന്ന് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. കഴിഞ്ഞ വർഷമാണ് യു കെയിലെ ക്രോയിഡോണിൽ വെച്ച ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കുത്തി കൊലപ്പെടുത്തിയത്. ഇന്നലെ വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ വൂൾവിച്ചിലെ ഒരു 14 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി, അതായത് 14 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു ഡബിൾ ഡെക്കർ ബസ്സിനകത്ത് കയറിയിട്ട് കുത്തിക്കൊന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. നമ്മൾ യു കെയിലൊക്കെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം, കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ കൊണ്ടുവിടും, അവിടെ ചെന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടുവരും. പക്ഷേ ഹൈസ്കൂളിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ തന്നെയാണ് സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നത്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ പല കുട്ടികളുമായിട്ട് കൂട്ടുകളുണ്ടാകും. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷം അവർ തിരിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോടൊപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം നമ്മളെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് വലിയ രീതിയിൽ ഇഷ്ടപ്പെടത്തുമില്ല. അവരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് കുട്ടികളുമായിട്ടാണ് ഒരു കൂട്ട് കെട്ടുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളെ കുട്ടികളൊക്കെ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില കൂട്ടുകെട്ടിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം തന്നെ മാറും. അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ ബാഗുകളൊക്കെ വല്ലപ്പോഴും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ ഇവിടെ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും യു കെയിലേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോഴും യു കെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോൾ ലണ്ടൻ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെങ്കിലും ഇപ്പോഴും ഓൾ യു കെയിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ പക്ഷേങ്കിൽ ലണ്ടനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളവർക്കും വളരെ സേഫാണ്. ഇവിടെ നമ്മുടെ പോക്കറ്റ് അടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സ് പിടിച്ച് പറിച്ചു കൊണ്ടുപോകുമോ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ അടിച്ചുകൊണ്ട് പോകുമോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും യു കെയിൽ ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ സെൻട്രൽ ലണ്ടനിലെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോഴും ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ വരുമ്പോഴും ഇത് വലിയ രീതിയിലൊന്നും നമ്മളൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോഷണം ധാരാളമായിട്ടുണ്ട്. പലപ്പോഴും നമ്മളുടെ പോക്കറ്റ് അടിച്ചു കൊണ്ടുപോകാറുണ്ട്, നമ്മുടെ മൊബൈലുകൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ യു കെയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഇവിടെ വളരെയധികം സേഫാണ്, ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പോൾ നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൗണുകളിലൊക്കെ പോകുക അല്ലെങ്കിൽ ബസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മോഷണങ്ങൾ വളരെയധികം കുറവാണ്. പക്ഷേ സെൻട്രൽ ലണ്ടനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സ് അടിച്ചു മാറ്റും, ചിലപ്പോൾ നിങ്ങളുടെ ബാഗ് പിടിച്ച് പറിച്ചുകൊണ്ട് പോകും, ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുള്ളത് ഇപ്പോഴും സർവ്വസാധാരണമായിട്ട് മാറിയിരിക്കുന്നു. ലണ്ടനിൽ മാത്രം 2023 ഈ ഒരു ഫോൺ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന റിപ്പോർട്ടുകൾ ഏകദേശം ഒരു 57,000 കഴിഞ്ഞ ഒറ്റ വർഷം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കണം ലണ്ടനിൽ എത്രമാത്രമാണ് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇനിയിപ്പോഴും ലണ്ടനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ യു കെയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. മാത്രമല്ല നമ്മൾ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോഴും ഇതുപോലുള്ള അത്യാഹിതങ്ങളും അതേപോലൊക്കെ സ്റ്റാബിങ്ങും ഈ ഒരു കുത്ത് വെട്ട് അല്ലെങ്കിൽ അടി പ്രശ്നങ്ങളൊക്കെ സർവ്വസാധാരണമായിട്ട് ഇപ്പോഴും യു കെയിൽ നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പ് ലിഫ്റ്റേഴ്സാണ്. നമ്മളൊക്കെ ഇതേപോലെയുള്ളൊരു വികസിത രാജ്യം അല്ലെങ്കിൽ ഇത്രയും സമ്പന്നമായിട്ടൊരു രാജ്യത്ത് ഈ കടകളിലൊക്കെ പോയിട്ട് അടിച്ചു മാറ്റുന്ന പരിപാടികൾ ഇവിടെ വളരെ കുറവായിരിക്കുമെന്ന്. പക്ഷേങ്കിൽ ഇതെല്ലാം നടത്തുന്നതിൽ വലിയൊരു ശതമാനം ആൾക്കാരും ഇതേപോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു കെയിലേക്ക് എത്തപ്പെട്ടവരാണ്. ഇംഗ്ലീഷുകാർ അങ്ങനെ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരും അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷേ വളരെ കുറച്ച്. അതും ഏറ്റവും താഴ്ന്ന ഇതേപോലെയുള്ള ജോലിക്കൊന്നും പോകാതെ ഇതേപോലെയുള്ള മയക്കുമരുന്നൊക്കെ അടിച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷുകാർ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. പക്ഷേങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ വളരെയധികം കുറവാണ്. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇപ്പോഴും ഈ ഷോപ്പുകൾ കയറിയിട്ട് ബാഗ് കൊണ്ട് പോയിട്ട് സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക എന്നുള്ളത്. നമുക്കറിയാം ഇവിടുത്തെ ഇപ്പം ഇങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് വലിയൊരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു ശിക്ഷയോ ഒന്നും ഇതിൽ ലഭിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിലും ഇപ്പോഴും സെൻട്രൽ ലണ്ടനിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ പോയി ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് അവർ ക്രിസ്മസ് ആഘോഷങ്ങൾ കാണാനായിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ആ വണ്ടി മുഴുവൻ തല്ലിപ്പൊടിച്ചത്, ആ വണ്ടിയിലിരുന്ന സാധനങ്ങൾ മുഴുവനുമായിട്ട് കള്ളന്മാർ കടന്നിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ സേഫായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പേ ചെയ്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളുടെ വണ്ടി അടിച്ചു പൊടിച്ചിട്ട് അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലും നമ്മളൊരു പോലീസിനെ വിളിച്ചാലോ അല്ലെങ്കിൽ ഇതിനൊരു കേസുമായിട്ട് പോയി കഴിഞ്ഞാലോ വലിയ രീതിയിലൊന്നും ഇത് പോസിറ്റീവായിട്ടൊരിക്കലും നമുക്ക് ഇത് തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ ഇവർ പോലീസുകാർ കള്ളനെ കൂടെ പോയിട്ടല്ല കള്ളനെ കണ്ടുപിടിക്കുകയോ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ നടക്കാറില്ല. നമുക്ക് നേരിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു വീട്ടിലൊരു കള്ളൻ, അതും വൈകിട്ടൊരു 9:30 ആയപ്പോൾ ഡോറ് നോക്ക് ചെയ്തുകൊണ്ടൊരു കള്ളൻ കയറിയിട്ട് ആ കള്ളൻ വന്ന് ഒരു മലയാളിയായിട്ടുള്ള ഒരാളെ അടിച്ച് താഴെ ഇട്ടിട്ട് ഓടിപ്പോയൊരു കേസിട്ടൊക്കെ നമുക്കറിയാം. എന്നിട്ട് പോലും നമ്മളൊരു പോലീസിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് ഈ കള്ളന്മാരെ പിടിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും സോൾവ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല. ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കള്ളനെ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കള്ളനെ വന്ന് പിടിക്കാനാണെങ്കിൽ അവർ ഈസി ആയിട്ട് പിടിച്ച് അവർക്ക് വരുന്ന ശിക്ഷകൾ കൊടുക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ വളരെയധികം കുറവാണ് ലഭിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവർക്കൊക്കെ ഇത്ര ഫ്രീഡം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ UK സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നോക്കപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ധാരാളം ആൾക്കാർ ഇപ്പോൾ UK വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥയൊക്കെ ഇപ്പോൾ ഇതുപോലെ കാണുക. അപ്പോൾ നമ്മൾ ഈ സെൻട്രൽ ലണ്ടനിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള വലിയ ബിസി ആയിട്ടുള്ള സിറ്റികളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറേ കൂടി നമ്മൾ ഉത്തരവാദിത്തപരമായിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ അല്ല നമ്മളുടെ കുട്ടികൾ ആരുമായിട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു അത് സാധിച്ചിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം യാതൊരു പ്രശ്നങ്ങളിലും പോയി ഇടപെടാതിരിക്കുക. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴും UK-യിലുള്ളത്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ ഇംഗ്ലീഷുകാരെ പോലും കാണാൻ പറ്റാത്ത ധാരാളം സ്ഥലങ്ങൾ UK-യിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ ഇതുപോലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ വളരെയധികം കൂടുതലാണ്. കാരണം പിടിച്ചുപറി, അതേപോലെയുള്ള മോഷണം, ഇതേപോലെയുള്ള അടി, കുത്ത, വെട്ട്, ഇതുപോലൊക്കെ ലഹരി മരുന്നുകളുടെ ഉപയോഗങ്ങൾ, ഇതേപോലെയുള്ള പ്രശ്നങ്ങളാണ് പല സ്ഥലങ്ങളിലും നമ്മൾ പോയി കഴിയുമ്പോൾ കാണുന്നത്. ഇപ്പോൾ ലണ്ടനിലെയൊക്കെ കേസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിലും ഓരോ റേപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. UK-യിൽ നമ്മൾ നോക്കുമ്പോൾ ഇതേപോലെയുള്ള പോക്കറ്റടിയെ, പിടിച്ചുപറിയെ, അല്ലെങ്കിൽ കുത്ത്, വെട്ട്, വെടിവെപ്പ്, ഇതേപോലെയുള്ള കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സെൻട്രൽ ലണ്ടനിലോ അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ള പട്ടണങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഇതേപോലെയുള്ള ധാരാളം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പോയി പെടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പോലും നമ്മൾ നമ്മുടെ സീറ്റിൽ പോയി ഇരുന്ന് നമ്മൾ എത്തേണ്ടുന്ന സ്ഥലത്ത് മാന്യമായിട്ട് പോയിട്ട് തിരിച്ചു വരും. UK എന്ന് മാത്രമല്ല, ഓസ്ട്രേലിയയിലും അമേരിക്കയിലും എല്ലായിടങ്ങളിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ കെയർഫുള്ളായിട്ട് നമ്മളുടെ കുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനമായിട്ട് ഈ ഒരു രാജ്യത്ത് ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റൊരു കാണുന്നതിനൊക്കെ എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.